ഷാഫി പറമ്പിലിനെതിരെ വലിയ അധിക്ഷേപ പരാമർശമായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് CPM ജില്ലാ സെക്രട്ടറിയുടെ അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അധിക്ഷേപ പരാമർശത്തിൽ അതിൽ നടപടി എടുക്കണം എന്നാരോപിച്ചു, നടപടിയില്ല എന്നാരോപിച്ച പാലക്കാട് CPM സുരേഷ് ബാബുവിനെതിരായ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം KJ ഷൈന്റെ കാര്യത്തിൽ വേഗത്തിൽ അതിവേഗ നടപടികളിലേക്ക് പോലീസ് പോയി. പക്ഷേ ഇവിടെ സുരേഷ് ബാബുവിനെതിരെ ഷാഫി പറമ്പിലിന്റെ പരാതിയിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് പക്ഷേ ഇവിടെ പോലീസിന് ഒരു പ്രശ്നമുണ്ട്. കാരണം ഷാഫി പറമ്പിൽ നേരിട്ട് പരാതി കൊടുത്തിട്ടില്ല, മൂന്നാം കക്ഷിയാണ് പരാതി കൊടുത്തത്. അപ്പോൾ പാലക്കാട് SP ആ പരാതി നോർത്ത് പോലീസിന് കൈമാറാൻ പോവുകയാണ്. മൂന്നാം കക്ഷിയാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നിയമോപദേശമില്ലാതെ തുടർ നടപടി സ്വീകരിക്കില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകാൻ പാലക്കാട്ട് നിന്ന്. സാജിദ്, അവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നിൽക്കാൻ ഒരു ന്യായീകരണം ഉണ്ട്. കാരണം ഷാഫി പറമ്പിൽ നേരിട്ട് പരാതി നൽകിയിട്ടില്ല. മൂന്നാം കക്ഷിയുടെ പരാതിയിൽ എങ്ങനെ ഏത് രീതിയിൽ ആക്ഷൻ എടുക്കണം എന്നുള്ളതിൽ ഒരു നിയമോപദേശം തേടേണ്ട സാഹചര്യം ഉണ്ടെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രൗണ്ട് എന്താ? ദിവ്യ, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതിക്ക് ആധാരമായ സംഭവത്തിന്റെ കൃത്യമായ തെളിവുകൾ പൊതുസമൂഹത്തിന് മുൻപിൽ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയനായ വ്യക്തി എന്നുള്ളത് CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ നേരിട്ടല്ല പരാതി നൽകിയതെങ്കിൽ കൂടി സംസ്ഥാനത്തെ ഒരു MP മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഷാഫി പറമ്പിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ വൈകിപ്പിക്കാൻ കഴിയില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നിയമോപദേശം തേടാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിൽ നേരിട്ട് ഈ പരാതി നൽകാത്തത് കൊണ്ട് തന്നെ ഇതിൽ എങ്ങനെയാണ് പോലീസ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു നിയമോപദേശം പോലീസ് തേടും. പാലക്കാട് SP നോർത്ത് പോലീസിന് പരാതി കൈമാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൽ ഷാഫി പറമ്പിൽ തന്നെ ഒരുപക്ഷെ ഈ ഒരു ഡിഫമേഷൻ കേസ് എന്ന രൂപത്തിൽ പോകാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. ഇപ്പോൾ 2 പരാതികളാണ് പോലീസിന്റെ മുൻപിൽ ഉള്ളത്. ഈ പരാതികളിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് നിയമോപദേശത്തിന് ശേഷമായിരിക്കും പോലീസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഷാഫി തന്നെ ഒരു പക്ഷേ പരാതി നൽകിയേക്കും, ഒരു മാനനഷ്ട കേസ് നൽകിയേക്കും എന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ പോലീസിന് കേസ് എടുക്കാം.